ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചാരത്തും ദൂരത്തും ഭവനങ്ങളിലും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും സുഗ്രാഹ്യമായ യാഗമായി ദൈവം സ്വീകരിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകളായി ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലൊരിക്കൽ കൂടെ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തരുന്നില്ല കർത്താവേ. ലോകത്തിൽ അനേകം പേര് ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത മനോഹരമായ പദവിയും ഭാഗ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയത് കൊണ്ടാണ് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ആരാധന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് കർത്താവെ ആരാധനയിൽ പങ്കേറുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ ഒന്നാകുന്നു എന്നുള്ള ബോധ്യത്തിൽ കർത്താവെ അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആദ്യോടന്ന് തിരു സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. യെശയ്യാവ് കണ്ടതുപോലെ ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന തേജസ്സേറിയ കർത്താവിൻ്റെ മുഖം ദർശിച്ചിട്ട് ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാനുള്ള സാവകാശം കൊണ്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ആത്മീകവും ഭൗതികവുമായ നന്മ ഞങ്ങൾ നിറച്ചാട്ട സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതൊന്ന് കേൾക്കണം പിതാവേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്ന് 3-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 3-ാമത്തെ കീർത്തനം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി അല്പസമയം നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം 95. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
ഇപ്പോൾ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കുന്നതാണ്. ഒന്നാം പാഠം, പഴയ നിയമ വേദഭാഗം. This Sunday's first lesson is taken from 2 Kings chapter 2 verses 1 to 15. 2 Kings chapter 2 verses 1 onwards. Elijah taken up to heaven. When the Lord was about to take Elijah up to heaven in a whirlwind, Elijah and Elisha were on their way from Gilgal. Elijah said to Elisha, "Stay here, the Lord has sent me to Bethel." But Elisha said, "As surely as the Lord lives and as you live, I will not leave you." So they went down to Bethel. The company of the prophets at Bethel came out to Elisha and asked, "Do you know that the Lord is going to take your master from you today?" "Yes, I know," Elisha replied, "but do not speak of it." Then Elijah said to him, "Stay here, Elisha, the Lord has sent me to Jericho." And he replied, "As surely as the Lord lives and as you live, I will not leave you." So they went to Jericho. The company of the prophets at Jericho went up to Elisha and asked him, "Do you know that the Lord is going to take your master from you today?" "Yes, I know," he replied, "but do not speak of it." Then Elijah said to him, "Stay here, the Lord has sent me to the Jordan." And he replied, "As surely as the Lord lives and as you live, I will not leave you." So the two of them walked on. 50 men of the company of the prophets went and stood at a distance facing the place where Elijah and Elisha had stopped at the Jordan. Elijah took his cloak, rolled it up, and struck the water with it. The water divided to right and to the left, and the two of them crossed over on the dry ground. When they had crossed, Elijah said to Elisha, "Tell me, what can I do for you before I am taken from you?" "Let me inherit a double portion of your spirit," Elisha replied. "You have asked a difficult thing," Elijah said. "Yet, if you see me when I am taken away from you, it will be yours, otherwise not." As they were walking along talking together, suddenly a chariot of fire and horses of fire appeared and separated the two of them, and Elijah went up to heaven in a whirlwind. Elisha saw this and cried out, "My father, my father, the chariots and the horsemen of Israel." And Elisha saw him no more. Then he took hold of his own clothes and tore them apart. He picked up the cloak that had fallen from Elijah and went back and stood on the bank of Jordan. Then he took the cloak that had fell from him and struck the water with it. "Where now is the Lord, the God of Elijah?" he asked. When he struck the water, it divided to the right and to the left, and he crossed over. The company of the prophets from Jericho who were watching said, "The spirit of Elijah is resting on Elisha." And they went to meet him and bowed to the ground before him. Here ends the first lesson. ഇപ്പോൾ രണ്ടാം വേദഭാഗം വായിച്ച് കേൾക്കാം. ഈ വിശുദ്ധ ഞായറാഴ്ചയിലുള്ള രണ്ടാം പാഠഭാഗം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. "നീയോ പാർഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും
വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൻ. പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പ്രാർത്ഥവചനവും ഉള്ളവനായിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ പൂർണ്ണഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ. Gospel according to St. John chapter 3 verses beginning from 22 to 30. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദം ഉണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന ഉത്തരം പറഞ്ഞു. നമ്മൾ വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. വേദഭാഗ ധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 202 കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 202 കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം 199.
Shall we all bow our heads in prayer? Gracious Lord and Heavenly Father, we thank you for this blessed time of worship. Thank you for giving yet another opportunity to come over here to meditate upon the word. Lord, as we are going to meditate upon thy word, be with us. We know that your word is living, dynamic, and sharper than any two-edged sword. We are not worthy so much as to ponder thy word, Lord, with our own ability, with our own knowledge, and with our own wisdom. Therefore, in this morning, it is our earnest prayer. Fill us, encourage us, and enable us with your Spirit so that we may be able to see the wonders in thy word. In Jesus' name we pray. Amen. Good morning, friends, and warm greetings to you all in the precious and peerless name of our Lord and Savior Jesus Christ. As we all know, today is fourth Sunday after Pentecost. The theme given for our very brief morning meditation is discipleship as witness. Since we are living in an overwhelming circumstances because of the prevailing menace of COVID-19, I think this theme is very much contextual and relevant. Because as far as Christians are concerned, it is very important how we react to the situations. Someone has said, Christians are known not by actions, but reactions. How we react is very much important. Discipleship, in a sense, a reaction of Christians to their circumstances. Before we discussing the subject matter of this theme, let us see what is the meaning of discipleship. Disciple, discipline, and discipleship. These three words are interconnected and intrinsically related. The word discipline came from a Latin root discipulus, which means learner or student. Let us see how these words are related to each other. Disciple is a person, one who believes in and follows the teachings and life of a teacher or a guru. Discipline is practice of training to obey rules or code of behaviors using punishment to correct disobedience. And discipleship is a state of life of being a disciple of a teacher or a guru. Without discipline, one cannot be a disciple and cannot attain the discipleship. We can say like this: discipline is the way of disciple to attain the goal of discipleship. In ancient world, discipleship for a disciple is a way of life to live out the life and teaching of his master. Really, discipleship is a showcase of life and teachings of a master. Teacher is revealed to the world through life of his disciples. In Christianity, disciple primarily refers to the dedicated followers of Jesus Christ. The term disciple is found only in the Act of Apostles and the Gospels. A Christian disciple in an ancient biblical world actively imitated both life and teachings of the master. It was a deliberate apprenticeship which made a fully formed disciple a living copy of the master. Thus, discipleship is a state of life, a lifestyle, or a way of life. This life includes
faith in the teachings of the Master, obedience to the Master, and deliberate attempt to be like the Master. Thus, discipleship is very important in Christian life. Because it is through the discipleship Christians supposed to be witness their Master to the world. That is why Jesus Christ said to his disciples to abide in his commandments. When we read St. John chapter 8, verse 31, there we can see, if you continue in my word, you are truly my disciples. Almost all the biblical portions assigned for today's reading speaks about the characteristics of a disciple. Today I would like to share with you a few thoughts on particular theme, discipleship as witness, on the basis of today's reading portions, especially 2 Kings chapter 2, verses from 1 to 15. This narrative is very familiar to us from even our Sunday school days. This narrative, we could see a master and his disciple. The master is Elijah and disciple is Elisha. Elisha was chosen by God and appointed as the successor of Elijah as per the directions of God Almighty. All this process of election and selection and anointment we can see in 1 Kings chapter 19. Having been realized that the time of separation between master and disciple is near, Elisha decided to walk closely to the master. It is obvious from his reply to Elijah when Elijah said to Elisha, "Stay here, for the Lord has sent me as far as Bethel." The reply to Elijah was, "As the Lord lives and as you yourself lives, I will not leave you." Elisha really was a model for Christian discipleship. From the life of Elisha, we can see two characteristics of Christian discipleship. As we are meditating on a particular theme, discipleship as witness today, we have lessons to learn from the life of Elisha. Let us see what are these characteristics of discipleship of Elisha. First of all, Elisha followed his master with a goal. A disciple should have a goal in his life. It is true in spiritual life also. A true Christian should have a goal in his or her life. Holy Bible says that it is enough for a disciple to be like the teacher and a slave like master. St. Matthew chapter 10, verse 25. Ultimate goal of a Christian is to be like his master. Here in the story of Elijah and Elisha, the goal of Elisha was a little bit bigger than to be done like his master. Elisha need more than becoming like his master. Elisha's goal was to inherit the double portion of Elisha's spirit. Elisha said to Elijah, "Please let me inherit the double portion of your spirit." 2 Kings chapter 2, verse 9. Elijah's reply was that, "You have asked a hard thing, yet it will be granted to you if you see me as I am being taken from you. And if not, it will not be granted." Verse 10. According to the biblical tradition,
double portion is sonship. When we read Deuteronomy chapter 21, verse 17, we could see that double portion is the right of firstborn. Here, Elisha wanted to be Elijah's successor. In some sense, he was requesting both to be considered as firstborn and sonship, and to be loved as firstborn. The purpose of Christian discipleship is to attain sonship. Sonship of Jesus Christ. The Holy Bible says in St. John chapter 1, verse 12. But to all who received him, who believed in his name, he gave power to become children of God. Dear friends, we are a called out community to become children of God. If we are following our Master with a burning desire to inherit the sonship, certainly we will become the witness of Jesus Christ. St. Paul urged the first century church to live according to the worthy of their calling. Ephesians chapter 4, verse 1 says, I beg you to lead a life worthy of your calling, to which you have been called. The calling of Christian is to attain the sonship of Jesus Christ. We should have a goal in our life. Following Master with a goal is the call of Christian. Regarding his life, St. Paul says in Philippians chapter 3, verses 13 and 14, but one thing I do, forgetting what lies behind and straining forward to what lies ahead, I press on forward to goal for the prize of heavenly call of God in Christ Jesus. Here, St. Paul emphatically says that his life is the run with perseverance to attain the goal of sonship. As we are meditating on a theme, witness, discipleship at witness, let us analyze our life. What is the goal of our life? Today, the world badly needs the healing presence of Jesus Christ. Showing Jesus Christ to the needy is the mission of the church today. Someone has said that the church is an extension of the incarnation of Jesus Christ. If that is true, what is the mission of the church? The mission is exercising the same ministry what Jesus Christ had when he was in this world. Let us inherit the sonship and show Jesus Christ by giving hope and peace in today's world. Second characteristics of Elisha's discipleship is he followed his master with perseverance. A disciple must follow his master enthusiastically, with perseverance in all circumstances. Elisha has been following Elijah wherever he goes. Once Jesus Christ said to his disciples, if any want to become my follower, let them deny themselves and take up their cross and follow me. Matthew 16, verse 24. The qualification for discipleship is willingness to follow his master in all circumstances, whether it is favorable or unfavorable. How hard the way is not matters. What matters is how passionate you are in following your master. David says in Psalm 34,
verse 1. I will bless the Lord at all times. In all times, I will bless the Lord. Whatever may be my circumstances, whatever hard my circumstances, I bless the Lord. That in favorable circumstances, in unfavorable circumstances, I am willing to follow my master. That is what David says in this psalm. Today's Old Testament portion is very clear about the relationship of Elisha to his master Elijah. He followed his master with perseverance. Here we could see in three specific places. When Elijah went to Bethel, he followed there. When he went to Jericho, he followed his master. When he went to Jordan, Elisha followed his master. In Bible, these three specific places have specific meaning. Bethel means house of the Lord. In the Bible, Bethel symbolizes the blessedness. When everything is fine with us, we should follow our master with passion. Sometimes it may be easy to follow when everything is fine with us, but we have to follow him. In second place is Jericho. According to Joshua chapter 6, Jericho was an invincible fortress. According to New Testament stories, Jericho was a place where a man was attacked by robbers. Anyway, Jericho symbolizes the trials and ordeals in human life. But a disciple should follow his master with perseverance when he confronted with tribulations in his life. When we face Jericho experiences in our life, we must follow our master with passion. Finally, Elijah went to Jordan. Elisha followed him. The meaning of Jordan is flow down. Jordan symbolizes the brokenness in life, failures in life, doldrums in our life. When we become sick, when our business fails, when all circumstances seem to be against us, what would be our attitude towards our master? Can we follow him? The characteristics of a disciple is to follow his master fervently, whatever situations comes in our life. In seasons and unseasons, we must be ready to follow our master fervently. As we are living in a pandemic situation, how is our life? Are we following our master enthusiastically? If we are following him enthusiastically, we can say, yes, we are the witness of Christ. And if not, we must submit our life to him and pray that God create in me a true desire to follow you with perseverance, so as to be a true Christian, to show people around the living God and his peace. Again, psalmist in his Psalm 16, verses 8 says, I keep the Lord always before me, because he is at my right hand, I shall not be moved. Psalmist here in this psalm says, I keep the Lord always in my front. That means, what all the situations may be, I am following fervently my master. As we are meditating on the theme, Christian discipleship as witness, let us take a decision. I will follow my master, whatever the circumstances may be. And if we can
follow our Master with perseverance, God will bless us to be a living witness in today's context to the people living around us. For that, may the good God help each one of us. Amen. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പ്രതിദാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ പെന്തക്കോസ്തിന് ശേഷം 4-ാം ഞായർ ശിശുത്വമെന്ന സാക്ഷ്യം. ജീവന്റെയും നീതിയുടെയും ദൈവമേ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ഹൃദയം നൊമ്പരം നീ അറിയുന്നുവല്ലോ. അദൈവികത വെടിയാൻ ഞങ്ങളെ രൂപപ്പെടുത്തുകയും നീതിയിലും ദൈവികതയിലും അനുദിനം വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരണം, ഞാനോ കുറയണം എന്ന നിരന്തര പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയായുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ. സകല നന്മകളുടെയും കാരണദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ ആവശ്യങ്ങളെയും ആവശ്യഭാരങ്ങളെയും ദൈവമുൻപാകെ ഏറ്റുപറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോക സാഹചര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഭീതി നിറഞ്ഞ ഈ ലോകത്തിൽ ആവശ്യമാകുന്ന ധൈര്യവും കൃപയും ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ലോകത്തെ
ഗ്രസിച്ചിരിക്കുന്ന ഈ മാരകമായ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ ആശ്വാസവും സൗഖ്യവും ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തെ ഓർക്കാം, രാഷ്ട്രത്തെ വിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ ജനങ്ങളും ശാന്തിയിലും സമാധാനത്തോടെയും ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ മഹാമാരിക്കെതിരെ ഓരോ ദിവസവും പോരാടുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആതുരാലയങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, മറ്റിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ അവരെ ധൈര്യപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേൽദക്ഷന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടിയിട്ടും അഭിമന്യ തിരുമേനി ദിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ ഓഫീസ് ബെയറേഴ്സിനും ദിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ അച്ഛന്മാരെയും ശുശ്രൂഷകരെയും വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നാളുകളിൽ അവിടുന്ന് ഉള്ളംകൈയിൽ ഞങ്ങളുടെ സഭയെ, സഭാജനങ്ങളെ, ഓരോ കുടുംബങ്ങളെ വഹിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവെ ഇടയാക്കരുതേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ ഞങ്ങളുടെ സഭാജനങ്ങളെ, ഞങ്ങളുടെ ജനങ്ങളെ, ദേശത്തുള്ളവരെ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് രോഗത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്നവരെ ഓർക്കാം. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ ഓർക്കാം. കർത്താവെ, അവിടുത്തെ സൗഖ്യമാകുന്ന കരത്താൽ ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിലിരിക്കുന്നവരുണ്ട്. നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം കർത്താവെ ഉള്ളംകൈയിൽ പ്രിയ മക്കളെ അവിടുന്ന് വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. കർത്താവെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കരുതുമാറാകണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കളെ ഒക്കെയും വിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മറവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ ശിഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാൻ, യഥാർത്ഥമായ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് ഈ ലോകത്തിന് സാക്ഷികളായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിലും ഇന്നും പിറന്നാൾ, വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. പുതിയൊരു വർഷത്തിലേക്ക് ദൈവമേ അവരെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. തുറന്നുള്ള നാളുകളിൽ അവരെ പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ കൃപകളാൽ അവരെ നടത്തുന്നതിന് വേണ്ടി, വഴി നടത്തുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും ദൈവമാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾക്കായിട്ട് ലിത്താനികളിൽ രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ലിത്താനികളിൽ രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. മേലിലുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭാമേൽദക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മാർത്തോമാ സഭയുടെ മെത്രാപ്പോലത്തേക്ക് വേണ്ടിയും, റൈറ്റ് റവറൻഡ് ബിയൻഫൻ നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും, അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ,
രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാകുന്ന കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ദൈവമുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, അയോഗ്യരായോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരവിനായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാമൊഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ക്രിസ്തീയ ഗീതങ്ങളിൽ 412 ഗീതം നമുക്ക് ഇപ്പോൾ ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 412.
ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെയും ഞങ്ങൾ ദേഹം കൊണ്ട് ദേഹി കൊണ്ട് ആത്മാവ് കൊണ്ട് സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും എൻ്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിനും ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ടും ഞങ്ങൾ എവിടെയും എവിടേക്കും ശരീരത്തിലും ആത്മാവിലും പരിപാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾ ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളിലുണ്ടായി ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത എൻ യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത എൻ യേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഒടുവിലായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്ന് 398 കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 398 കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 12, 120. സ്വർഗദാതാ
നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.